എല്ലാവർക്കും പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭൂമി കഥയും കാര്യവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് അതൊക്കെ കവർ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട നോട്ട്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാലം കഴിഞ്ഞാലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ജസ്റ്റ് നമ്മൾ എഴുതി വെച്ച ആ നോട്ട് കവർ ചെയ്താൽ മാത്രം മതി, ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ കഥയും കാര്യവും ഇവിടെ പറയുന്നത് കുട്ടികളാണ്, 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി എന്താണ്, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ രൂപം എന്താണ്, ഏത് രീതിയിലൊക്കെ ആളുകൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്, പിന്നീട് അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്, അതിൻ്റെ ചുറ്റളവ് എന്താണ്, അതിൻ്റെ എന്താണ് ഭൂമിയെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വരകൾ കുത്തനെയും കുറുകയൊക്കെ ആയിട്ട് ഒരുപാട് വരകൾ കാണും. അപ്പോൾ അത്തരത്തിലുള്ള വരകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നെയിം ചെയ്യുന്നുണ്ട്, പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ ഭ്രമണം പരിക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നിരുന്നാലും ചില പോയിന്റുകളൊക്കെ ചിലപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് നോക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് വേണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോകുന്ന സമയത്ത് കൃത്യമായിട്ടൊന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തെയിൽസ് എന്ന് പറഞ്ഞൊരാളുടെ പേരുണ്ട് അല്ലേ, പൈത്തഗോറസ് ഉണ്ട്, അരിസ്റ്റോട്ടിൽ, ആര്യഭട്ടൻ, മെഗല്ലൻ, കോപ്പർനിക്കസ്, ഐസക് ന്യൂട്ടൺ എന്നിങ്ങനെയുള്ള പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, ഹെഡിങ് ഓക്കെ, ഭൂമിയുടെ ആകൃതി വിശ്വാസങ്ങളിൽ നിന്ന് വസ്തുതകളിലേക്ക് എന്നാണ് ഹെഡിങ് കൊടുത്തത്. അതായത് നമ്മുടെ ഭൂമിക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഭൂമിയുടെ ആകൃതി, അത് ആദ്യം ഏതൊക്കെ രീതിയിലുള്ള വിശ്വാസങ്ങളാണ് ഉണ്ടായത്, അതിൽ നിന്നും ഒറിജിനലായിട്ട് അതിൻ്റെ യഥാർത്ഥ ഒരു ആകൃതിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒരു പോയിന്റ് പോലും മിസ്സാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇതാ, BCE 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് തെയിൽസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകൻ, ഓക്കെ, തെയിൽസ് കേട്ട പേര് തന്നെയാണ്, നിങ്ങൾ കേട്ട പേര് തന്നെയാണ്. അപ്പോൾ ഈ തെയിൽസ് എന്താണ് പറഞ്ഞത്, ഭൂമിക്ക് എന്താണ് അദ്ദേഹം വിശ്വസിച്ചത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ എന്താണ് ഒരു കാര്യം കൂടി, ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം ശരിക്കും വിശ്വസിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അന്ന് സയൻറ്റിഫിക്കലി എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ഒന്നുമല്ല. അപ്പോൾ അവർ ആ രീതിയിൽ അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു തെയിൽസിൻ്റെത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കിയാൽ തൊട്ടതാണ് നോക്കിയാൽ ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈത്തഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കോപ്പർനിക്കസ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സെയിം ഗ്രീക്ക് തത്വചിന്തകന്മാരായിട്ട് തന്നെയുള്ള പൈത്തഗോറസും അതുപോലെ അരിസ്റ്റോട്ടിൽ, ഇവരെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അല്ലേ. പൈത്തഗോറസും അരിസ്റ്റോട്ടിലും ഉണ്ട്. അവർ എന്ത് പറഞ്ഞു, ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ആകൃതി, ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് അവർ സ്ഥാപിച്ചു. മറ്റേത് വിശ്വാസം മാത്രമായിരുന്നു, അങ്ങനെയാണ് എന്ന് മാത്രമാണ്. ഇത് അങ്ങനെ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ 7ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ അതിനെതിരെ ഒരുപാട് ആളുകൾ പറഞ്ഞു അതൊന്നും ശരിയല്ല അല്ലെ, വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. പക്ഷേ പിന്നീട് കോപ്പർനിക്കോസൊക്കെ അവരുടെ ആശയത്തെ കൃത്യമായിട്ട് പിന്താങ്ങി. എന്നാൽ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കിയേ, ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചു. അതായത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് നമ്മുടെ ആര്യഭട്ടൻ അല്ലേ, അദ്ദേഹം എന്ത് ഉറപ്പിച്ചിട്ടുണ്ട്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, അതിനൊരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്, ആ അച്ചുതണ്ടിൽ അത് എന്തെന്ന് ഭൂമി സ്വയം കറങ്ങുന്നു എന്നാണ് ആര് പറഞ്ഞത്, ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭട്ടൻ പറഞ്ഞത്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം മെഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, മെഗല്ലൻ കേട്ട പേരാണല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് മെഗല്ലൻ എന്ന് പറയുന്ന നാവികൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകം ചുറ്റി, അദ്ദേഹം കപ്പലുമായിട്ട് എന്ത് ചെയ്തു, ലോകം ചുറ്റി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ക്ലിയർ. പിന്നെ ഒരു പോയിന്റ് കൂടി നോക്കാം. ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തി. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിക്ക് കൃത്യമായ ആകൃതി ഗോളാകൃതി അല്ലെന്ന് ഐസക് ന്യൂട്ടൺ കണ്ടെത്തി. അതിന് മുന്നേയുള്ള പൈത്തഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഇതിന് ഗോളാകൃതിയാണെന്ന് അവർ ഉറപ്പിച്ചത് അല്ലേ. എന്നാൽ ഐസക് ന്യൂട്ടൺ പിന്നീട് എന്ത് പറഞ്ഞു, ഇതിന് കൃത്യമായ ഗോളാകൃതി അല്ല, പക്ഷേ എന്തുണ്ട്, ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന്
ഐസക് ന്യൂട്ടൺ പറഞ്ഞു അല്ലേ. ധ്രുവപ്രദേശം എന്ന് പറയുന്നത് എന്താണ്, അല്പം പരന്ന രൂപത്തിലുള്ളത്, അതുപോലെ മധ്യഭാഗം അല്പം വീർത്ത രൂപത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഭൂമിയുടെ ആകൃതി എന്നാണ് ആര് പറഞ്ഞത്, ഐസക് ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. ക്ലിയർ. അപ്പോൾ ശരിക്കൊന്ന് മനസ്സിലാക്കുക, ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പേര് വിളിക്കുക, ജിയോയിഡ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമായിട്ടുള്ള ആ ഒരു ഗോളാകൃതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ജിയോയിഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ജിയോയിഡിന് കൃത്യമായിട്ടൊരു അർത്ഥമുണ്ട്. ജിയോയിഡ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം സെയിം തന്നെയാണ്, ഭൂമിയുടെ ആകൃതി അല്ലെങ്കിൽ എർത്ത് ഷേപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഭൂമിയുടെ ആകൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒറ്റ ഭാഗത്തു നിന്ന് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആദ്യം വിശ്വാസമാണ്, പിന്നീട് കൃത്യമായിട്ടുള്ള വസ്തുതയിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നു അല്ലേ. BC 7-ാം നൂറ്റാണ്ടിൽ ആര് പറഞ്ഞു, തേൽസ് വിശ്വസിച്ചാണ് ഗോളാകൃതി ആണെന്ന് അല്ലേ. അദ്ദേഹം വിശ്വസിച്ച് അതുപോലെ ഇത് ജലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീടാണ് നമ്മുടെ പൈത്തഗോറസും അരിസ്റ്റോട്ടിലും എന്ത് പറയുന്നത്, ഭൂമിക്ക് ഗോളാകൃതി ആണ് എന്ന് ഉറപ്പിച്ചു. അതിനെ കോപ്പർനിക്കസ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ. പിന്നീട് നമ്മുടെ ആര്യഭട്ടനും എന്ത് പറഞ്ഞിട്ടുണ്ട്, ഭൂമി ഗോളാകൃതി തന്നെയാണ്, അത് മാത്രമല്ല അതൊരു സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്നും കൂടി അദ്ദേഹം വിശ്വസിച്ചു അല്ലേ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞു മെഗല്ലൻ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പലുമായിട്ട് ലോകം ചുറ്റി വന്നു. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു ഭൂമി ഉരുണ്ട ആകൃതിയാണ്. എന്നാൽ കൃത്യമായിട്ടൊരു വസ്തുതയിലേക്ക് എത്തിച്ചേർന്ന് ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു, ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയല്ല, പകരം എന്താണ്, ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്ലേ, മധ്യഭാഗം ചെറുതായിട്ട് വീർത്തതുമായിട്ടുള്ള ഗോളാകൃതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു, ഐസക് ന്യൂട്ടൺ. അങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ കൃത്യമായ ആകൃതിക്ക് ഒരു പേര് കൊടുത്തത്, ജിയോയിഡ് എന്നാണ് പേര് വിളിക്കുന്നത് കേട്ടോ. 2022 ഒരു എക്സാമിന് വന്നതാണ്, ഭൂമിയുടെ ആകൃതിയായിട്ട് പറഞ്ഞത് ജിയോയിഡ് ആണ്. ജിയോയിഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ഭൂമിയുടെ ആകൃതി. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണതാക്കാം, ഞാൻ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ്. ഇപ്പോൾ പറഞ്ഞൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് ഇതാ, അമ്പുമ്പോൾ എത്ര വലുതാണ് ഈ ഭൂമി. അപ്പോൾ ഭൂമിയെ എത്ര വലുതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നത്. നോക്കാം നമുക്കിതാ നോക്കിയേ. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വരിക്കാൻ ഏകദേശം 11 വർഷങ്ങൾ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ അളവ് അല്ലെ ഭൂമിയുടെ ചുറ്റളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളായി പിന്നീട് ചർച്ച. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ എന്ത് പലതും പറയാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കാനഡിയൻ ഒരു സാഹസിക സഞ്ചാരി ഉണ്ട്, കാനഡക്കാരനായിട്ടുള്ള ഒരു സാഹസിക സഞ്ചാരി ഓക്കെ, കാനഡിയൻ സാഹസിക സഞ്ചാരി ആയിട്ടുള്ള ഇതാ പേര് നോക്കണം, ജീൻ ബലിവോ. ഇമ്പോർട്ടൻ്റ് ആണ്, ജീൻ ബലിവോ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കാൽനടയായിട്ടും കപ്പൽ യാത്ര ചെയ്തും ഒക്കെ ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി പോയി. വലം വയ്ക്കുക വെച്ചാൽ ഭൂമിയെ ചുറ്റാൻ പോയി. ഓക്കെ, അങ്ങനെ കാൽനടയായും കപ്പൽ യാത്രയ്ക്കായിട്ട് അദ്ദേഹം വലം വയ്ക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 11 വർഷങ്ങളാണ്. ഏകദേശം 11 വർഷങ്ങൾ എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ അത്രത്തോളം വലുതാണ് ഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോളത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് വരുന്നത് 40,000 കിലോമീറ്റർ ആണ് കേട്ടോ. 40,000 കിലോമീറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ സാഹസിക സഞ്ചാരിയായിട്ടുള്ള കനേഡിയൻ സഞ്ചാരിയായിട്ടുള്ള ജീൻ ബലിവോ ആണ് എന്ത് ചെയ്തത്, ഭൂമിയെ കപ്പലുമായും അതുപോലെ കാൽനടയായും ഒക്കെ വലം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വലം വയ്ക്കാൻ അദ്ദേഹം എടുത്ത സമയം എന്ന് വെച്ചാൽ 11 വർഷങ്ങളാണ്. ഈ 11 വർഷങ്ങൾ എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 11 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഭൂമിയുടെ ചുറ്റളവ് അല്ലേ, ഈ ഗോളത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഏകദേശം 40,000 കിലോമീറ്റേഴ്സാണ്. അത് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത കാര്യത്തിലേക്ക് വരുന്നത്, ഇവിടെ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരെന്നറിയാമോ എന്നാണ് ഹെഡിങ്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ് കുട്ടികൾക്ക്, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുന്നത് നോക്കിയേ. BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയത്. അതായത് BC 3-ാം നൂറ്റാണ്ടിൽ നമ്മളെത്തി. നേരത്തെ 7-ാം നൂറ്റാണ്ടിൽ നിന്നാണ് തുടങ്ങിയത്, നമ്മളിപ്പോൾ 3-ാം നൂറ്റാണ്ടിലേക്ക് വന്നു. BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകൻ കൂടിയായിട്ടുള്ള ഇറാത്തോസ്തനീസ്, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഭൂമിയുടെ ചുറ്റളവ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഇറാത്തോസ്തനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, സൂര്യരശ്മികൾ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചിട്ട്, ഓക്കെ, സൂര്യരശ്മികൾ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ചുറ്റളവ് ഇത്രയായിരുന്നു. ഇതാ എത്രയുണ്ട്, 2,50,000 സ്റ്റേഡിയ എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. 2,50,000 ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം. ഓക്കെ, അപ്പോൾ 2,50,000 എത്ര, 50,000 സ്റ്റേഡിയ ആണ് ഈ പറയുന്ന ഭൂമിയുടെ ചുറ്റളവ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ ആ കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് ശരിക്കും സ്റ്റേഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഡിയ എന്ന് വെച്ചാൽ അതൊരു യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? ചിലപ്പോൾ ഒറ്റയാണ് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നേക്കാം. അപ്പോൾ സ്റ്റേഡിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഗ്രീസിൽ ആ പഴയ കാലത്ത് ഒരു 3-ാം നൂറ്റാണ്ട് BC 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദൂരമൊക്കെ അളക്കാൻ, നമ്മളിപ്പോൾ മീറ്റർ കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് ശരിക്കും സ്റ്റേഡിയ. അപ്പോൾ ഈ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 2,50,000 സ്റ്റേഡിയ ഉണ്ട് എന്നാണ് ആര് കാൽക്കുലേറ്റ് ചെയ്തത്, ഇറാത്തോസ്തനീസ്. ഓക്കെ, അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ അല്ല, സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ അടിസ്ഥാനമാക്കിയിട്ട് ആശ്രയിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പിന്നെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്താണ് അദ്ദേഹം ഇത് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ക്ലിയർ? അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പിന്നെ നമുക്കിതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതാ നോക്കിയേ. ഇവിടെ ഒരു ഭൂമിയുടെ ഒരു ഷേപ്പിൽ ഒരു ഗോളാകൃതിയിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, അവിടെ ഒരു സ്കൂൾ ബസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത്രയേ ഉള്ളൂ. ഈ സ്കൂൾ ബസ്സിൻ്റെ സ്ഥാനം എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികളായിട്ട് കുറേ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം നമുക്ക് എങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. നോക്കാം നമുക്ക്. നോക്കിയേ, ഭൂമിയിലെ വരകൾ എന്നാണ് പറയുന്നത്. ഭൂമിയിലെ വരകൾ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചധികം വരകൾ വരേണ്ടത്. ഈ ഒരു ഗ്ലോബ് നമ്മൾ എടുത്താൽ തന്നെ മനസ്സിലാവും. നോക്കിയതാ താഴോട്ട് കുത്തനെ നോക്കിയേ ഒരുപാട് ഇങ്ങനെ വരകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? അതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ വരകൾ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വരകളാണ് ഇനി കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാ, ഗ്ലോബിൽ നെടുകയും കുറുകയും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളിപ്പം മുകളിൽ കണ്ടു അല്ലേ? അപ്പോൾ ആ വരകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്, നോക്കാം. അതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇതാ. നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും കുറുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഗ്ലോബിലും ഭൂപടത്തിലും ഒക്കെ കാണുന്ന ഈ രേഖകൾ സാങ്കല്പിക രേഖകളാണെന്ന് പറഞ്ഞിട്ട്, ശരിക്കും ഭൂമിയിലുള്ളതല്ല, നമ്മൾ സാങ്കല്പികമായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്ലോബിൽ നെടുകെ കാണുന്ന വര, കൺഫ്യൂഷൻ വള്ള നെടുകെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാ നേരെ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ വരയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ അക്ഷാംശ രേഖകൾ എന്നാണ് പറയുക അല്ലേ? അക്ഷാംശ രേഖാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അക്ഷാംശ രേഖകളെന്നും, പിന്നെയോ കുറുകെ കാണുന്നത്, കുറുകെ എന്ന് വെച്ചാൽ കുറുകെ. അപ്പോൾ ഈ കുറുകെ കാണുന്ന വരകളെ നമ്മൾ രേഖാംശ രേഖകൾ എന്നും വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതിനാണ് അക്ഷാംശ രേഖാംശ രേഖകൾ എന്താണെന്ന് അറിയാം. ഇനി അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് അക്ഷാംശ രേഖകൾ. അപ്പോൾ അതിന് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഗ്ലോബിൽ എന്താണ് നെടുകെ കാണുന്ന വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ കുത്തനെ അല്ലെങ്കിൽ കുറുകെ കാണുന്ന വരകളെ നമ്മൾ രേഖാംശ രേഖകൾ എന്നാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ രണ്ടിനെയും കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കും. അതായത് ഓരോന്നിനെയും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോയത്. ഒന്നാമത്തെ കാര്യം അക്ഷാംശ രേഖകളാണ്. ഫസ്റ്റ് നോക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഭൂമിയെ നേരെ രണ്ട് പീസാക്കി എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഏറ്റവും മധ്യഭാഗം നമുക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. ആ മധ്യത്തിൽ നിന്നും ഒരേ കോണളവിൽ ഒരുപാട് ബിന്ദുക്കൾ നമ്മളിതാ ഈ പുറം ഭാഗത്ത് ഭൂമിയുടെ ഈ പ്രതലത്തിൽ നമ്മളിങ്ങനെ ഉപരിതലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഒരേ കോണളവിലാണ് തുല്യമായ കോണളവ് നമ്മളിങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ ഭൂമിക്ക് മുകളിൽ ഉപരിതലത്തിൽ ഓരോ ബിന്ദുക്കൾ ഇങ്ങനെ കാണുമല്ലോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്, ഇവിടുന്ന് 0 തുടങ്ങി 15, 30, 45 അങ്ങനെ ഇവിടെ വീണ്ടും 0 എത്തി അല്ലേ? 90 വീണ്ടും ആടുന്ന് കുറഞ്ഞു 0 അങ്ങനെ നമ്മൾ ഒരുപാട് ബിന്ദുക്കൾ മാർക്ക് ചെയ്ത് വെച്ചു. ഈ ബിന്ദുക്കൾ ഒരുപോലെയുള്ള ബിന്ദുക്കളൊക്കെ ഇതാ, ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് അപ്പുറത്തെ വട്ടത്തിൽ വന്നിട്ട് ഈ 30നെ കൂട്ടിമുട്ടിക്കാലോ. അങ്ങനെ ഒരുപാട് ഒരേപോലെയുള്ള അളവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടിമുട്ടി വരക്കാൻ പറ്റും. അതിനാണ് അക്ഷാംശ രേഖകൾ എന്നാണ് ഇവിടെ പൊതുവായിട്ട് പറയുന്നത്. ഒന്നുകൂടി നോക്കുക. ഇതാ, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. അത് അക്ഷാംശ രേഖയല്ല. ഇതാ ഇവിടെ കാണുന്ന ഈ ഓരോ ബിന്ദുക്കളെ പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരേ കോണളവിൽ എന്ത് ചെയ്യുന്നു, ഉപരിതലത്തിൽ നമ്മൾ ഓരോ ബിന്ദുക്കൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്ഷാംശം എന്നാണ് പറയുക. അക്ഷാംശം. ഓക്കെ, അങ്ങനെ ഒരേ കോണളവിലുള്ള ഈ അക്ഷാംശങ്ങൾ, ആ ബിന്ദുക്കൾ നമ്മൾ യോജിപ്പിച്ച് ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കാണുന്ന പോലെ വരകൾ കിട്ടും അല്ലേ? അങ്ങനെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും എന്നാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അവിടെ വെക്കുക. നെക്സ്റ്റ് അച്ചുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടെ കടന്നു പോകുന്ന ഒരു ദണ്ട് അല്ലേ? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, ഒരു വര ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ടിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത് അല്ലേ? അപ്പോൾ സാങ്കല്പികമായിട്ടുള്ളൊരു ദണ്ടാണ്. ആര്യഭട്ടണം അങ്ങനെ തന്നെയാണ്, ഒരു സാങ്കല്പിക ദണ്ടുണ്ട് എന്നാണ് വിശ്വസിച്ചത് അല്ലേ? അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഭൂമി സ്വയം കറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ സാങ്കല്പികമായിട്ടുള്ള ഈ ഒരു ദണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അച്ചുതണ്ട് എന്നുള്ള പേരിൽ വിളിക്കുന്നു. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമി സ്വയം കറങ്ങുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്കിതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റാണ് ഇതാ.
ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിപ്പമേറിയത്. ഈ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇതാ ഇവിടെ ഗ്ലോബ് ഉണ്ട്. ആ ഗ്ലോബിന് ഒരുപാട് അക്ഷാംശ രേഖകൾ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് കാണുന്ന ഈ അക്ഷാംശ രേഖയുണ്ടല്ലോ, ആ അക്ഷാംശ രേഖയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭൂമധ്യരേഖ എന്നാണ് നമ്മൾ വിളിക്കുക. എല്ലാവർക്കും അറിയുന്നതിനാണ് അല്ലേ, ഭൂമധ്യരേഖ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഈ രേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയുടെ കോണീയ അളവെന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ മധ്യത്തിൽ നിന്നും ഇങ്ങനെ ഓരോ കോണളവിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ബിന്ദുക്കൾ അക്ഷാംശങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ 0 ഡിഗ്രിയാണ്. ഈ 0 ഡിഗ്രി കോണീയ അളവായിട്ട് വരുന്ന ഈ പറയുന്ന അക്ഷാംശ രേഖയാണ് നമ്മൾ എന്ത് പറയുക? ഭൂമധ്യരേഖ എന്ന് പറയുക. അപ്പോൾ അതാ 0 ഡിഗ്രിയാണെന്ന് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഭൂമധ്യരേഖയാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ഇവിടെ ഈ രേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായി കാണുന്ന അക്ഷാംശങ്ങൾ യഥാക്രമം ഉത്തര ധ്രുവമെന്നും ദക്ഷിണ ധ്രുവമെന്നും അറിയപ്പെടുന്നു. അതായത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എന്താണ്? ഭൂമധ്യരേഖ ഇവിടെ 0 ഡിഗ്രി ആണെന്ന് മനസ്സിലായി നമുക്ക് അക്ഷാംശം അല്ലേ. ആ ഭൂമധ്യരേഖയിൽ നിന്നും 90 ഡിഗ്രി വടക്ക് ഭാഗത്തേക്ക് വന്നാലും 90 ഡിഗ്രി അതുപോലെ തെക്ക് ഭാഗത്തേക്ക് വന്നാലും അവിടെ എന്ത് ചെയ്യുന്നു? 2 ധ്രുവങ്ങൾ കാണും. അത് നമ്മൾ വിളിക്കുന്ന പേരുകളാണ് 90 ഡിഗ്രി വടക്കുള്ളതിനെ പൊതുവെ നമ്മൾ ഉത്തര ധ്രുവം എന്ന് വിളിക്കുന്നു. അതുപോലെ 90 ഡിഗ്രി തെക്കുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദക്ഷിണ ധ്രുവം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദക്ഷിണ ധ്രുവം എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ? അപ്പോൾ 0 ഡിഗ്രി ഭൂമധ്യരേഖയാണെന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യുന്നു? അവിടുന്ന് വടക്ക് ഭാഗത്തേക്ക് 90 ഡിഗ്രി വന്നാൽ ഉത്തര ധ്രുവം, ഏറ്റവും മുകൾ ഭാഗം. ഓക്കെ, ധ്രുവീയ പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 90 ഡിഗ്രി തൊട്ട് താഴെ തെക്ക് ഭാഗത്ത് വന്നാൽ അതിനെ ദക്ഷിണ ധ്രുവം എന്നാണ് പറയുക. പൊതുവേ അത് 2 ധ്രുവങ്ങളാണ്. ഒന്ന് ഉത്തര ധ്രുവം, മറ്റേത് ദക്ഷിണ ധ്രുവം. ഓക്കെ, അങ്ങനെ പറയുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത് നോക്കിയേ? മറ്റ് അക്ഷാംശ രേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ 2 ഉത്തര ധ്രുവം അത് ഇവിടെ ഒരു പോയിന്റാണ്. ഓക്കെ, അതുപോലെ ദക്ഷിണ ധ്രുവം താഴെയുണ്ട്. അത് രണ്ടും ഒഴികെ ബാക്കി എല്ലാ അക്ഷാംശ രേഖകളും എന്തുതന്നെയാണ്? വൃത്താകൃതിയിലുള്ള വരകളാണ്. വൃത്താകൃതിയിൽ ഇങ്ങനെ ഭൂമിയെ കറങ്ങുക എന്നത്. ഓക്കെ, ഭൂമിയെ ചുറ്റിക്കൊണ്ടുവരുന്ന വരകളാണ്. അതൊക്കെ വൃത്താകൃതിയിലാണെന്നാണ് പറഞ്ഞത്. മറ്റേ 2 ബിന്ദുക്കളാണ്. 90 ഡിഗ്രി വടക്കും തെക്കുമായിട്ടുള്ള 2 ധ്രുവങ്ങളാണ്. ഓക്കെ, ഇനി അതാണ് ഇവിടെ മറ്റ് അക്ഷാംശ രേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണെന്ന് പറഞ്ഞത്. ഇനി നോക്കിയാൽ ഇവ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരച്ചിട്ടുള്ള വൃത്തങ്ങളായാണ് കാണുന്നത്. അപ്പോൾ ആ വരകളൊക്കെ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. ആ ഭൂമധ്യരേഖ ഇവിടെയുണ്ട്, അതിന് സമാന്തരമായിട്ടാണ് ഈ വരകളൊക്കെ പോകുന്നത്. ഇനി ഇതേ ചിത്രം നിങ്ങൾക്ക് 2 പോയിന്റ് കൂടി ഇവിടെ നിന്ന് കിട്ടും. തൊട്ട് താഴെ നമ്മളത് പറയുന്നുണ്ട്. നോക്കിയേ, 0 ഡിഗ്രി കഴിഞ്ഞാൽ തൊട്ട് മുകളിലായിട്ട് വടക്ക് ഭാഗത്തേക്ക് വന്നാൽ 23.5 ഡിഗ്രി വടക്ക് ഒരു അക്ഷാംശ രേഖ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഈ 23.5 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ. അപ്പം നിങ്ങളത് പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇന്ത്യ നോക്കി, ഇന്ത്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ്, തെക്കല്ല, വടക്ക് ഉത്തരായന രേഖയാണ്. എന്നാൽ ഇതേ ഭൂമധ്യരേഖയിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് വന്നാലും 23.5 ഡിഗ്രി തെക്ക് ഭാഗത്തും ഒരു അക്ഷാംശ രേഖയുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? ദക്ഷിണായന രേഖ അല്ലേ. ഉത്തര ധ്രുവത്ത് കാണുന്നത് ഉത്തരായന രേഖ, ദക്ഷിണ ധ്രുവത്തിൽ കാണുന്നത് ദക്ഷിണായന രേഖ. അത്രയേ ഉള്ളൂ. ഇനി 66.5 ഡിഗ്രി വടക്ക്, ഏറ്റവും മുകളിലേക്കാണ്. 66.5 ഡിഗ്രി വടക്ക് ഭാഗത്തേക്ക് വന്നാൽ അവിടെ ആർട്ടിക് വൃത്തം എന്നാണ് അതിനെ വിളിക്കുക. അതുപോലെ 66.5 ഡിഗ്രി തെക്ക് വന്നാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? അന്റാർട്ടിക് വൃത്തം എന്നാണ് നമ്മൾ വിളിക്കുക. എന്താണ് വിളിക്കുക? അന്റാർട്ടിക് വൃത്തം എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മളെ മനസ്സിലായ ഒരു ചിത്രം ഉണ്ടാവണം. ആ ചിത്രം ഉണ്ടായി നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇവിടെ പോയിന്റുകൾ ഉത്തരാർദ്ധഗോളത്തിലെ, ഉത്തരാർദ്ധഗോളം എന്ന് വെച്ചാൽ മുകൾ ഭാഗം അല്ലേ. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ വടക്ക് അക്ഷാംശ രേഖകളെന്നും ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ തെക്ക് അക്ഷാംശ രേഖകളെന്നും പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇപ്പോൾ പഠിച്ച 3 പോയിന്റ് ഉണ്ട്. വടക്ക് കാണുന്ന 23.5 ഡിഗ്രി അക്ഷാംശ രേഖയാണ് നമ്മൾ ഉത്തരായന രേഖ എന്ന് പറയുന്നത് അല്ലേ. ഉത്തരായന രേഖ, ഉത്തരായന രേഖ എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ 23.5 ഡിഗ്രി തെക്കുള്ളതിനെ ദക്ഷിണായന രേഖ എന്നാണ് വിളിക്കുക. ദക്ഷിണായന രേഖ എന്നാണ് നമ്മൾ വിളിക്കുക. പിന്നെ 66 ഡിഗ്രി വടക്കുണ്ട്, ഉത്തര ധ്രുവമാണ് അല്ലേ, ആർട്ടിക് വൃത്തം എന്ന് നമ്മൾ വിളിക്കും. 66 ഡിഗ്രി തെക്ക് കാണുന്ന അക്ഷാംശ രേഖയെ അന്റാർട്ടിക് ധ്രുവം എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ. അന്റാർട്ടിക് വൃത്തം എന്ന് നമ്മൾ വിളിക്കും. ആ പോയിന്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അക്ഷാംശ രേഖയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകൾ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വളരെ സിമ്പിളാണ് അല്ലേ. എന്നാൽ നമ്മൾ നേരെ തിരിച്ച് രേഖാംശ രേഖയിലേക്ക് വരുന്നത്. രേഖാംശ രേഖ എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറുകെയുള്ള വരകളാണ്, കുത്തനെ കാണുന്ന വരകളാണ് അല്ലേ. എന്താ പ്രത്യേകത നോക്കാം. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണ് രേഖാംശ രേഖകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അക്ഷാംശ രേഖ നമ്മളൊരു ഭൂമിയെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ഇങ്ങനെയാണ് പോകുന്നത്. എന്നാൽ അതിന് ലംബമായിട്ടുള്ള വക്രരേഖ ഇങ്ങനെ വളഞ്ഞ് വരുന്ന ഈ വരകളെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുക? രേഖാംശ രേഖ. കുത്തനെ കാണുന്ന വരകളാണ് രേഖാംശ രേഖ എന്ന് നമ്മൾ വിളിക്കുക. ഒന്നാലോചിച്ച് നോക്കിയാൽ ഇവിടെ ഉത്തര ധ്രുവമുണ്ട്, തൊട്ട് താഴെ ദക്ഷിണ ധ്രുവമുണ്ട് അല്ലേ. ഈ 2 ധ്രുവങ്ങളെയും തൊട്ടുകൊണ്ട് താഴോട്ട് വരക്കുന്ന ആ വരകളായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞ രേഖാംശ രേഖ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട്
ദക്ഷിണ ധ്രുവത്തിൽ പോയിട്ട് മുട്ടുന്നു. അങ്ങനെയുള്ള വരകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന രേഖാംശ രേഖകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാ 0 ഡിഗ്രി രേഖാംശം മാനക രേഖാംശം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചത് 0 ഡിഗ്രി അക്ഷാംശത്തെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്? കൃത്യമായിട്ട് ഭൂമധ്യരേഖ എന്നുള്ള പേര് നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇവിടെ 0 ഡിഗ്രി രേഖാംശത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാനക രേഖാംശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സമയമേഖലയ്ക്കായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് മാനക രേഖാംശം അല്ലേ. അപ്പോൾ എന്ത് പറയുന്നു? 0 ഡിഗ്രി രേഖാംശം നമ്മൾ മാനക രേഖാംശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാനക രേഖാംശം. ഇനി അതുമായി കണക്ട് ചെയ്ത കുറച്ച് പോയിന്റുകളാണ്. ഇതാ നോക്കിയേ. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. മാനക രേഖാംശം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചു. ഇവിടെ കിട്ടിയിട്ടുണ്ട്. 0 ഡിഗ്രിയിലൂടെ വരുന്ന ഈ ഒരു വരയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാനക രേഖാംശം എന്ന് പറയുന്നു. അതിൻ്റെ ഏതൊക്കെ ഭാഗത്താണ്? പടിഞ്ഞാറ്, കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കേട്ടോ. കിഴക്ക് ഭാഗത്തും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് അറ്റത്തേക്ക് അപ്പുറം ഇപ്പുറം. ഈ മാനക രേഖാംശത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണല്ലോ ബാക്കിയുള്ള രേഖാംശ രേഖകളൊക്കെ ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതന്നെ ഇതാ മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം അല്ലെ. അവിടുന്ന് കൃത്യമായിട്ടുള്ള കോണീയ അളവിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ബിന്ദുക്കളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? രേഖാംശം എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ്, ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖ. അക്ഷാംശ രേഖ പോലെ തന്നെയാണ് ഇവിടെ മാനക രേഖാംശം. മാനക രേഖയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പുറം ഇപ്പുറമുള്ള ഒരേ കോണീയ അളവിൽ നമ്മൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള രേഖാംശങ്ങളെ താഴെയും മുകളിലായിട്ട് നമ്മൾ യോജിപ്പിച്ച് വരക്കുമ്പോൾ അതിനെന്ത് വിളിക്കുന്നു? ഈ പറഞ്ഞ രേഖാംശ രേഖകൾ എന്നുള്ള പേരിൽ നമ്മൾ വിളിച്ചു. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്. മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. മാനക രേഖാംശത്തിന് ഇരുവശവുമായിട്ട് 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. 180 ഡിഗ്രി വീതമുള്ള രേഖാംശങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഇതാ. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശ രേഖകളെന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ പടിഞ്ഞാറ് രേഖാംശങ്ങളെന്നും വിളിക്കുന്നു. ഒന്നുമില്ല, അതായത് ഇതിങ്ങനെ നമ്മൾ ഗ്ലോബ് എർത്ത് ഭൂമിയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം മാനക രേഖാംശമുണ്ട് അല്ലേ. 0 ഡിഗ്രി രേഖാംശമാണ് മാനക രേഖാംശം. ഈ ഭാഗമാണ് ഇത് കിഴക്ക് ഭാഗം, ഇതാണ്. അതുപോലെ ഇപ്പുറത്തുള്ളതാണ് പടിഞ്ഞാറ് ഭാഗം അല്ലേ. പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള എല്ലാ രേഖാംശത്തെയും നമ്മൾ എന്ത് വിളിക്കുന്നു? കിഴക്ക് രേഖാംശം എന്നുള്ള പേരിൽ, കിഴക്ക് രേഖാംശം എന്നുള്ള പേരിലും പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന എല്ലാ രേഖാംശങ്ങളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? പടിഞ്ഞാറ് രേഖാംശം എന്നുള്ള പേരിലുമാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്നൊക്കെ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ഥാനം, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനം നമുക്ക് നിർണ്ണയിക്കണമെങ്കിൽ എന്ത് വേണം? അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ബസ്സിൻ്റെ ചിത്രം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അത് ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ്, ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അതിൻ്റെ സ്ഥാനം നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഏത് വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കണമെങ്കിലും അവിടുത്തെ അക്ഷാംശ രേഖയും രേഖാംശ രേഖകളുടെയൊക്കെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കും. അതാണ് ഈ ഒരു പോയിന്റ്. ഇനി ഇവിടെ ഇതാ നമ്മുടെ ഭൂമിയിൽ ചെറിയൊരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ആ ഇന്ത്യയുടെ രണ്ട് ഭാഗത്താണ്. ഇപ്പുറത്ത് നോക്കിയേ, പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കിതാ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു രേഖാംശ രേഖ തന്നിട്ടുണ്ട്. ഇവിടെ കിഴക്ക് ഭാഗത്തും ഒരു രേഖാംശ രേഖ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ വടക്ക് ഭാഗത്ത് ഒരു അക്ഷാംശ രേഖ തന്നിട്ടുണ്ട്. നേരെ താഴെ തെക്ക് ഭാഗത്തും ഒരു അക്ഷാംശ രേഖ തന്നിട്ടുണ്ട് താഴെ ഭാഗത്ത്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നിങ്ങളോട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താൻ മനസ്സിലാവും. ഒന്നാലോചിച്ച് നോക്കിയേ, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്ഷാംശ രേഖ എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? ഇന്ത്യയുടെ തൊട്ട് താഴെ ശ്രീലങ്ക ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമാണ്. ഇവിടെ വരുന്നത് എത്രയാണെന്ന് നോക്കിയതാ 8 ഡിഗ്രി വടക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി എന്ന് വായിക്കുക. 8 ഡിഗ്രി വടക്ക് എന്ന് വെച്ചാൽ നോർത്താണ്. 8 ഡിഗ്രി വടക്കും. മുകൾ ഭാഗത്തേക്ക് വന്നാൽ അതിൻ്റെ അക്ഷാംശ സ്ഥാനം വരുന്നത് 38 ഡിഗ്രിയാണ് അല്ലേ. 38 ഡിഗ്രി പിന്നെ വടക്ക് ഇങ്ങനെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനങ്ങൾ വരുന്നത്. ഇത് ഏറ്റവും സിമ്പിളാണ്. ഇതിന് ഒന്നും കൂടി മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരാനുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ 38 ഡിഗ്രി നോർത്ത് അല്ലേ, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന അക്ഷാംശ സ്ഥാനം നമ്മുടെ ഇന്ത്യയുടേത്. 8 ഡിഗ്രി നോർത്ത്, 38 ഡിഗ്രി നോർത്ത്, അല്ലെങ്കിൽ 8 ഡിഗ്രി വടക്ക്, അതുപോലെ 38 ഡിഗ്രി വടക്ക്. ഇനി രേഖാംശ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ രേഖാംശ രേഖകൾ ഇവിടെ തൊട്ട് താഴെ തന്നിട്ടുണ്ട്. അതിങ്ങനെ നോക്കിയതാണ്. ഇവിടെ വരുമ്പോൾ 68 ഡിഗ്രി കിഴക്ക് ഈസ്റ്റ്, അതുപോലെ 98 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലായിട്ടാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റാണ്, കിഴക്കാണ്. അതുപോലെ തന്നെ 98 ഡിഗ്രി ഈസ്റ്റ്, ഈ രണ്ടിനും ഇടയിലായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇടയിലാണ്. 8 ഡിഗ്രി വടക്കും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. രേഖാംശ സ്ഥാനങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ് വരിക. അപ്പോൾ ഇതൊന്ന് വൃത്തിക്ക് നോട്ട് ചെയ്ത് വെക്കണേ.
8 ഡിഗ്രി 38 ഡിഗ്രി 68 98 അത്രയേ ഉള്ളൂ. 8നോട് 30 കൂട്ടിയപ്പോൾ 38, 68നോട് 30 കൂട്ടിയപ്പോൾ 98. രണ്ടും ആ ഒരു കൃത്യമായിട്ടുള്ള വ്യത്യാസത്തിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 8 ഡിഗ്രി 98 ഒന്നും ആരും പറഞ്ഞു പോകേണ്ട, കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അല്ലേ. 8നോട് 30 കൂട്ടിയപ്പോൾ 38, 68നോട് 30 കൂട്ടിയപ്പോൾ 98, ആ രീതിയിലാണ് വരുന്നത്. അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് പോകാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇതാ നമ്മുടെ ഭൂമിയിൽ ഈ രാവും പകലൊക്കെ മാറി മാറി വരുന്നുണ്ട് അല്ലേ. ദിനരാത്രങ്ങൾ അല്ലെ, പകലും രാത്രിയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഋതുഭേദങ്ങൾ, പല കാലങ്ങൾ വരുന്നുണ്ട് അല്ലെ. മഞ്ഞുകാലം, മഴക്കാലം, ശരത്കാലം, വസന്തം, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ കാലങ്ങളും ഇത് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഭാഗം ഇതൊരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഭൂമിയുടെ ഒരു ഭാഗത്ത് ലൈറ്റ് അടിക്കുമ്പോൾ ഇതാ ആ ഭാഗത്ത് ഒരു പ്രകാശം പതിയുന്ന ഭാഗത്ത് നല്ല ലൈറ്റ് വരുന്നു, നേരെ മറുഭാഗത്ത് പ്രകാശം എത്താത്ത ഭാഗത്ത് ഇരുട്ടാണ് അല്ലേ. അതേപോലെ തന്നെയാണ് ഭൂമിയുടെ സൂര്യനോട് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും, പകലും അതിൻ്റെ നേരെ മറുഭാഗത്ത് രാത്രിയുമായിരിക്കും അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പകലാകുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ രാത്രിയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഒരു എക്സ്പെരിമെൻ്റ് കുട്ടികൾക്ക് കൊടുത്തേ ഉള്ളൂ. നമുക്ക് പോയിന്റിലേക്ക് വരാം, കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് വരാം. ഇതാ ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നോക്കിയേ, ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ആര്യഭട്ടം മുതലേ പറയുന്നുണ്ട് ഭൂമിക്ക് എന്താണ് സാങ്കല്പികമായിട്ടുള്ള ഒരു അച്ചുതണ്ടുണ്ട്, അതിൽ എന്ത് ചെയ്യുന്നു, ആ സാധനം എന്ത് ചെയ്യുന്നത്, സ്വയമായിട്ട് കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. സ്വയമായിട്ട് കറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞതാണ്, ആ ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഭ്രമണം എന്നാണ് പറയുക, ഭ്രമണം. ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു അല്ലേ. അപ്പോൾ ഭൂമി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നെന്ന് വിചാരിക്കുക. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ഭൂമിയാണ് ശരിക്കും അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, സൂര്യൻ ഇവിടെ നിന്ന് ഉണ്ടെന്ന് വിചാരിക്കുക. സൂര്യൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ അഭിമുഖമായിട്ട് അതിന് നേരെ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു, നല്ല പ്രകാശം അടിക്കുന്നുണ്ട്. അവിടെ പകലും സൂര്യപ്രകാശം എത്താത്ത ഈ നേരെ മറുഭാഗം എന്തായിരിക്കും, രാത്രിയുമായിട്ടാണ് വരിക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് ഭ്രമണം മൂലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്, ഭ്രമണമല്ലേ. നോക്കിയേ, ഇവിടെ സൂര്യപ്രകാശമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് കറങ്ങി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുമ്പോൾ ആദ്യം ലൈറ്റുള്ള ഭാഗം പിന്നീട് ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് വരുന്നു. അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഭാഗം രാവിലെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ അത് രാത്രിയാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൂര്യൻ മാറുന്നില്ല, ഭൂമിയാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് ഭ്രമണം മൂലമാണെന്ന് മനസ്സിലായി. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. ഇതിനെ ഒരു ദിവസമായി കണക്കാക്കുന്നു അല്ലെ. ഭൂമിക്ക് ഇതാ ഇവിടുന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും എടുത്താൻ എത്ര സമയം എടുക്കും, 24 മണിക്കൂറാണ് എടുക്കുക. ആ 24 മണിക്കൂർ ആയതുകൊണ്ടാണ് ഭ്രമണത്തിന് ഒരു ദിവസം എന്നുള്ള പേരിൽ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതായാലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിൻ്റാണ്. ഇതാ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ആ ഒരു ഡയറക്ഷനാണ് ഇവിടെ പറയുന്നത്. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്നുള്ള കണക്കിനാണ് ഭൂമി കറങ്ങുക. ഓക്കെ, ഭൂമിയുടെ ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം കറങ്ങുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിന് മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്, നമ്മൾ പഠിക്കുന്നത് കിഴക്കാണ് അല്ലേ. കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, പടിഞ്ഞാറ് നിന്ന് നേരെ എങ്ങോട്ടാണ് ഭൂമിയുടെ ഭ്രമണം വരുന്നത്, കിഴക്കോട്ട്. ഓക്കെ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്നുള്ള ഡയറക്ഷനിലാണ് ഭ്രമണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, സൂര്യൻ കിഴക്കുദിച്ച് അസ്തമിക്കുന്നത് പടിഞ്ഞാറ് നിന്ന് കാണുന്നത്. അത് ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. നോക്കിയേ, ഉദയവും അസ്തവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതാ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ. ഭൂമിയുടെ ഭ്രമണം പഠിച്ചു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് എങ്ങോട്ട് അസ്തമിക്കുന്നു, പടിഞ്ഞാറ് പോയിട്ട് അസ്തമിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അതിൽ അത്ര പേടിക്കാനൊന്നുമില്ല. ഇനി മാറുന്ന കാലങ്ങൾ, ഞാൻ പറഞ്ഞു കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോൾ മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോൾ വേനൽ വരും, പൂക്കാലം വരും അല്ലെ, തണുപ്പ് കാലം വരും, അങ്ങനെ പോകും. അപ്പോൾ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഈ വലം വയ്ക്കൽ പരിക്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഭൂമി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു, അതിങ്ങനെ സ്വയം കറങ്ങുന്നുണ്ട്. എങ്ങോട്ട് എങ്ങോട്ട് നമ്മൾ തന്നെ പഠിച്ചല്ലോ, എവിടെ നിന്ന് എങ്ങോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്നുള്ള ഡയറക്ഷനിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ആ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ സൂര്യൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ സൂര്യനെ ഈ ഭൂമി ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭ്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ
സൂര്യനെയും അതിങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യനെ വലം ചെയ്യുന്നുണ്ട്. ഈ വലം വയ്ക്കലിന് നമ്മൾ പരിക്രമണം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഭ്രമണം എന്ന് വെച്ചാൽ സ്വയം കറങ്ങുന്നു, പരിക്രമണം എന്ന് വെച്ചാൽ സൂര്യനെ കറങ്ങുന്നു, സൂര്യനെ ചുറ്റുന്നു. ഓക്കെ, അതാണ് പരിക്രമണം. ഓക്കെ, പര്യടനം എന്നൊക്കെ പറയല്ലേ നമ്മൾ ചുറ്റാൻ പോകുന്നതിനെ, അതുപോലെ പരിക്രമണം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ 2 പോയിന്റാണ് ഇവിടെ വരുന്നത്. ഭ്രമണം എന്താണ്, പരിക്രമണം എന്താണ്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണമാണ് ഇത്തരത്തിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണമെന്നാണ് പറയുന്നത്. ഭ്രമണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്നാണ്, രാവും പകലും അല്ലെ, ദിനരാത്രങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. ദിനരാത്രങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ക്ലിയർ? എന്നാൽ ഇതാ ഇവിടെ പറഞ്ഞ പോലെ എന്താണ് കാലങ്ങൾ അനുഭവപ്പെടുന്നതിനുള്ള ഒരു കാരണം, വിവിധ കാലങ്ങളുണ്ടല്ലോ, ആ കാലങ്ങൾ അല്ലെങ്കിൽ നമുക്കതിനെ ഋതുഭേദങ്ങൾ എന്നൊക്കെ വേണം പറയാം. അപ്പോൾ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ആരാണ്? പരിക്രമണമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്, നമുക്കറിയുന്നൊരു കാര്യമാണ് അല്ലേ. ഒരു പോയിന്റ്, ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് 365 ദിവസങ്ങളാണ് ആവശ്യം. അതിന് നമ്മൾ ഒരു വർഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ നമ്മൾ പഠിച്ചു 24 മണിക്കൂർ മതി, അതാണ് ഒരു ദിവസം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്നാൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ നമ്മുടെ ഭൂമിക്ക് ഒരുപാട് കാലങ്ങൾ വേണം. അതിന് ഏകദേശം എത്ര വേണം? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 365 ദിവസമാണ്. ഈ 1/4 ദിവസത്തിൻ്റെ കണക്ക് നിങ്ങൾക്കറിയാം. അപ്പോൾ 1/4 ദിവസങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനെയാണ് ഒരു വർഷം എന്നുള്ള പേര് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, പക്ഷേ എല്ലാ വർഷത്തിലും ശരിക്കും 365 ദിവസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യാറില്ല അല്ലേ, കണക്കാക്കാറില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് വെച്ചിട്ട് അവസാനം എടുക്കുകയാണ് ചെയ്യുക അല്ലേ. അതാണ് ഇവിടെ കൊടുക്കുന്നത്. നോക്കിയേ, ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ വേണ്ടിവരും. എന്നാൽ ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതാണ് അധിവർഷം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, നമുക്കറിയാം, ഇപ്പോൾ മനസ്സിലായി, പരിക്രമണത്തിന് ആവശ്യം 365 ദിവസമാണ്, ഒരു വർഷമാണ് ഇത് ശരിക്ക്. പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും വർഷങ്ങൾ കണക്കാക്കുമ്പോൾ 365 ദിവസങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു 1/4 ദിവസം എവിടെ പോയി എന്ന് സംശയം വരുമല്ലോ. ഇങ്ങനെ ഓരോ കാലും അടുക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ 4 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കും അല്ലേ. അപ്പോൾ എന്താണ്, ആദ്യത്തെ ഒരു 4 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് 4 കാല് കിട്ടും. ആ 4 കാലും കൂടെ കൂട്ടി നമുക്ക് എന്തായി? ഒരു ദിവസം എന്ന് കിട്ടും അല്ലേ. എന്ന് പറഞ്ഞാൽ ഓരോ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പം ആ 4ാമത്തെ വർഷത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ദിവസം അധികമായിട്ട് കൂട്ടും. അപ്പോൾ ആ 4ാമത്തെ വർഷത്തിൽ എത്രയുണ്ടാവും? 365 ദിവസം എന്ന് പറയുന്നതിന് പകരം ഒന്നും കൂടെ കൂടിയിട്ട് 366 ദിവസമായി മാറും. അതിനാണ് നമ്മൾ അധിവർഷം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ ഈ വർഷം 2024 അപ്പോൾ ഈ 2024 ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? അധിവർഷം എന്നുള്ള പേരിലാണ് പറയുക. അതായത് ഈ വർഷം ഇപ്പോൾ ഒന്ന് കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും, ഫെബ്രുവരി മാസം ഇപ്രാവശ്യം 29 ദിവസമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് 28 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ, അതിന് മുന്നേയും 28 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാലുകളെല്ലാം കൂട്ടിയിട്ട് ഓരോ 4 വർഷമാകുമ്പോഴും അതിൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ ഇത്തവണ 2024 നമുക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 29 ദിവസം ഫെബ്രുവരിയിലുണ്ട്. അതുകൊണ്ട് ഈ വർഷം 366 ദിവസമാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് അധിവർഷമാണ്. അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല, ഓരോ വർഷവും 4ൻ്റെ ഗുണിതമായി വരുന്ന എല്ലാ വർഷവും അധിവർഷങ്ങളായിരിക്കും. 2000, 2004, 2008 അങ്ങനെ. ഇപ്പോൾ 2020 ശേഷം വരുന്നത് 2024 അടുത്ത 366 ദിവസം വരുന്ന വർഷം എന്തായിരിക്കും? 2028 ആയിരിക്കും. ആ ഒരു ക്രമത്തിൽ നിങ്ങൾ പഠിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം നോക്കിയേ, ഒരു വിമാനത്തിൻ്റെ വേഗത ഏകദേശം ഇതാ ഇവിടെ കൊടുത്തത് 560 km/h ആണ്. അതായത് മണിക്കൂറിൽ 560 km ഒക്കെയാണ് പോവുക അല്ലേ. നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ തന്നെ പരമാവധി ഒരു 80 km/h വേഗത്തിലൊക്കെയാണ് നമ്മൾ പോവുക. കാറൊക്കെ എടുക്കുമ്പോൾ അതിലും കൂടും അല്ലേ. പക്ഷേ ഒരു വിമാനത്തിൻ്റെ സ്പീഡ് വെച്ചാൽ അത്രത്തോളം വലുതാണ്, 560 km/h. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 km വേഗതയിലാണ് ശരിക്കും ഭൂമിയുടെ പരിക്രമണം. ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ സ്പീഡ് ഉണ്ടല്ലോ, ഭൂമി സൂര്യനെ ചുറ്റുന്ന സ്പീഡ് എന്ന് വെച്ചാൽ നോക്കിയാൽ മണിക്കൂറിൽ ശരാശരി 96,000 km വേഗതയിലാണ് സൂര്യനെ ചുറ്റുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പരിക്രമണ വേഗത. ഏകദേശം ഒരു ഇത് തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ജിയോയിഡ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ആകൃതി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് അല്ലേ. ഇതാ ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് ദിനരാത്രങ്ങളും പരിക്രമണത്തിൻ്റെ ഫലമായിട്ട് ഋതുഭേദങ്ങളും ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ശരിക്കും ശ്രദ്ധിക്കണേ. ഭ്രമണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എടുത്ത് ചെയ്യുന്നതാണ് അല്ലേ, സ്വയം കറങ്ങുന്നതാണ്. അപ്പോൾ അത് എന്താണ്? ദിവസങ്ങളാണ്, ദിനങ്ങളും രാത്രിയും പകലും വരുന്നതാണ്, ദിനരാത്രങ്ങളും. പരിക്രമണ ഫലമായിട്ട് നമുക്ക് ഋതുക്കളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ 5ാമത്തെ പാഠഭാഗം, ഭൂമി കഥയും കാര്യവും എന്ന് പറയുന്ന പാഠഭാഗത്ത് വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെ പറയാൻ പറ്റും. നമുക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിസ്സാവേണ്ട എന്നുള്ളതുകൊണ്ടാണ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത ഭാഗം കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എന്നിട്ട് ഒരുമിച്ച് നോട്ട് തയ്യാറാക്കി വെച്ചാൽ മതി. ക്ലിയർ? അല്ലാതെ പറയുമ്പോൾ അനുസരിച്ച് നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ അറിയിക്കണം. ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പഠിച്ചാൽ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്കത് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കാനാണ്. നമ്മുടെ ഭൂമിയുടെ കൃത്യമായിട്ടുള്ള ആകൃതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഭൂമിക്ക് എന്താണ് ഗോളാകൃതിയാണ്, ഇരുണ്ട ആകൃതിയാണ് അല്ലേ? അത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു, അങ്ങനെ പലതും പറഞ്ഞു. പക്ഷേ ഒരാൾ പറഞ്ഞു എന്താണ്, ഭൂമിയുടെ ആകൃതിയിലേക്ക് വരുമ്പോൾ ധ്രുവങ്ങളിൽ രണ്ടും പരന്ന പൊടിയും അതുപോലെ എന്താണ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അല്പം അല്ലേ പുറത്തേക്ക് ഇങ്ങനെ എന്താണ് കുറച്ച് എൻലാർജ് ചെയ്ത് വരുന്ന രീതിയിലുമാണ് നമ്മുടെ രൂപം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കുറച്ച് തള്ളിയ രീതിയിലുമാണ് രൂപം എന്നാണ് പറഞ്ഞത് ഭൂമിയുടെ ആകൃതി. ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മാത്രം നോക്കാനാണ്. ഓക്കെ, പറ്റുമെങ്കിൽ പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയാണ് ആ രൂപത്തിൽ നമ്മൾ ജിയോയിഡ് എന്നുള്ള പേര് കൊടുത്തത്. ഭൂമിയുടെ ആകൃതി എന്നർത്ഥം വരുന്ന ജിയോയിഡ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തത് അല്ലേ? ധ്രുവപ്രദേശങ്ങൾ പരന്നിട്ടും അതുപോലെ കേന്ദ്രഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്പം പുറത്തേക്ക് നീങ്ങിയിട്ടായുള്ള ഒരു രൂപമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, പറ്റുമോ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയിക്കാം. അതിന് കൂടെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും വേണം. ഓക്കെ, അടുത്ത ദിവസം കാണാം, അടുത്ത ചാപ്റ്ററിൽ കാണാം. കൃത്യമായിട്ട് പഠിക്കണം, നോട്ട് തയ്യാറാക്കണം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ്ങിലാവും. ഓക്കെ, താങ്ക് യു.